എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA മലയാള സാഹിത്യ പഠനം 2 മൊഡ്യൂൾ 1 രണ്ടാമത്തെ കവിതയാണ് മഴുവിൻ്റെ കഥ. ഈ കവിതയുടെ ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ. കവിത രചിച്ചിരിക്കുന്നത് ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ആമുഖം കേൾക്കാം. മലയാളത്തിലെ പ്രശസ്തയായ കവയത്രിയാണ് ശ്രീമതി ബാലാമണി അമ്മ. 1909 ജൂലൈ 19 തൃശ്ശൂർ ജില്ലയിലെ നാലാപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന കമല സുരയ്യ എന്ന മാധവിക്കുട്ടി ബാലാമണി അമ്മയുടെ മകളാണ്. മാതൃത്വത്തിൻ്റെ കവി എന്നാണ് അവർ അറിയപ്പെട്ടത്. ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണി അമ്മയുടെ ആദ്യ കവിതയായ കൂപ്പുകൈ ഇറങ്ങുന്നത് 1930 ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യമനസ്സിൻ്റെ അഗാധതയെ പ്രതിഫലിക്കുന്നതാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ടു നിന്നു. ബാലാമണിയമ്മയുടെ ഭാവഗീതങ്ങളിലെ മുഖ്യമായ ഭാവധാര മാതൃവാത്സല്യമാണ്. പ്രധാനപ്പെട്ട കൃതികൾ കൂപ്പുകൈ, അമ്മ, കുടുംബിനി, ധർമ്മമാർഗത്തിൽ, സ്ത്രീഹൃദയം, പ്രഭാങ്കുരം, ഭാവനയിൽ, ഊഞ്ഞാലിന്മേൽ, കളിക്കൊട്ട, വെളിച്ചത്തിൽ, ലോകാന്തരങ്ങളിൽ, സോപാനം, മുത്തശ്ശി, മഴുവിൻ്റെ കഥ, അമ്പലത്തിൽ, അമൃതംഗമയ, നിവേദ്യം, മാതൃഹൃദയം, കളങ്കമറ്റ കൈ തുടങ്ങിയവയാണ്. മുത്തശ്ശി എന്ന കൃതിക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലളിതാംബിക അന്തർജന പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, എഴുത്തച്ഛൻ പുരസ്കാരം, സരസ്വതി സമ്മാനം, NV കൃഷ്ണവാര്യർ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം. ബാലാമണി അമ്മയുടെ ഈ കവിതയിൽ പരശുരാമൻ താൻ സൃഷ്ടിച്ച കേരളത്തെ കാലങ്ങൾക്ക് ശേഷം നോക്കിക്കാണുന്നതായും മഴു കടലിലേക്ക് വലിച്ചെറിയാനുള്ള സാഹചര്യങ്ങളും ഓർക്കുന്നു. ജീവിതത്തിൻ്റെ പരാക്രമസന്ധികളിൽ ധർമ്മം എന്ന് കരുതി ചെയ്തുകൂട്ടിയ ഒന്നും സൂക്ഷ്മ പരിശോധനയിൽ ധർമ്മമായിരുന്നില്ലെന്ന് പരശുരാമൻ തിരിച്ചറിയുന്നു. മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ നിന്ന് ആകാശത്തിന് കീഴെ പച്ച നാക്കിലെ വെച്ചതുപോലെയുള്ള കേരള ഭൂഖണ്ഡത്തെ പരശുരാമൻ ഏറെ കൗതുകത്തോടെ നോക്കുന്നു. താൻ നിർമ്മിച്ച ഈ ഭൂമിയെ, അതിൻ്റെ സൗന്ദര്യത്തെ, അവിടെ ഉത്സവം പോലെ ജീവിക്കുന്ന ജനങ്ങളെയും കാണുമ്പോൾ പരശുരാമന് ഒരു വസ്തുത ബോധ്യപ്പെടുന്നു. അവരൊന്നും തന്നെയോ തൻ്റെ മഴുവിനെയോ ഇപ്പോൾ ഓർക്കുന്നില്ല എന്ന സത്യം. ക്ഷാത്ര സംസ്കാരം ഉൾക്കൊണ്ട അമ്മയും മഹർഷിമാരിൽ ശ്രേഷ്ഠനുമായ ജമദഗ്നി മഹർഷിയുടെയും മകനാണ് പരശുരാമൻ. ദൈവദത്തമായ മഴു രാമന് സമ്മാനിച്ചത് പരമശിവനാണ്. തിന്മയെ തകർക്കുവാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ മഴു ആദ്യം പ്രയോഗിച്ചത് അമ്മയുടെ നേർക്കാണ്. ഒരു മധുമാസത്തിൽ സുന്ദരിയായ അമ്മ ആറ്റിൻകരയിൽ വെള്ളമെടുക്കാൻ ചെന്നപ്പോൾ ഗന്ധർവന്മാരുടെ ജീവിതോത്സവത്തെ നോക്കി നെടുവീർപ്പിട്ടു. തനിക്ക് ജീവിതത്തിൽ ലഭ്യമാകാത്ത ആ നിമിഷത്തെക്കുറിച്ചോർത്ത് പിടയ്ക്കുന്ന മനസ്സുമായി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അവർ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മഹർഷി അന്തർദർശനത്താൽ തൻ്റെ ഭാര്യ മനസ്സുകൊണ്ട് പാപം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. മക്കളോട് അമ്മയെ കൊല്ലാൻ കൽപ്പിക്കുന്നു. മറ്റു മക്കളെല്ലാം പിൻവാങ്ങിയപ്പോൾ അച്ഛനോട് ഏറെ ഇഷ്ടമുള്ള പരശുരാമൻ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നു. അത് കണ്ട് ദുഃഖിച്ച സഹോദരരും ഒരു നിമിഷമെങ്കിലും മുഖം വിവർണമായി അച്ഛനും നിന്നു. അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ധർമ്മത്തെ സ്മരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി നിന്നു. പരശുരാമനോട്, ഉണ്ണി, നിനക്കെന്ത് വേണമെന്ന് അച്ഛൻ ചോദിക്കുന്നു. തൻ്റെ ആജ്ഞ പാലിച്ച മകന് ഇഷ്ടമുള്ള വരം കൊടുക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. എപ്രകാരമാണോ അച്ഛൻ്റെ മനസ്സിൽ അമ്മ പവിത്രയായിരുന്നത്, അതുപോലെ തന്നെ അമ്മ ഇനിയുള്ള കാലവും അച്ഛൻ്റെ മനസ്സിൽ പരിശുദ്ധയായി തന്നെ ഇരിക്കണമെന്നും ഒരിക്കലും പാപിനിയായി കരുതരുതെന്നും പരശുരാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അച്ഛൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മയെ വധിച്ചതിനു ശേഷം പാപബോധത്തിലായ രാമൻ പലയിടങ്ങളിലും അലഞ്ഞു നടന്നു. അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് ക്ഷത്രിയർ ആശ്രമത്തിൽ അതിക്രമിച്ച് കടന്ന് പശുക്കളെ കയ്യേറിയ വിവരം രാമൻ അറിയുന്നത്. കോപത്താൽ ജ്വലിച്ച രാമൻ ക്ഷത്രിയ വംശത്തിന് നേരെ വീണ്ടും മഴു പ്രയോഗിക്കുന്നു. ക്ഷത്രിയരെയും കാർത്തവീരാർജുനനെയും വധിക്കുന്നു.
മഹത്തായ രാഷ്ട്രത്തെയും ക്ഷത്രിയരെയും നശിപ്പിച്ച ശേഷം അച്ഛൻ്റെ മുന്നിലെത്തിയപ്പോൾ മകൻ ചെയ്ത പാപത്തിൻ്റെ തീഷ്ണത ഓർമ്മിപ്പിക്കുന്നു. തുച്ഛമായ പകപോക്കാൻ വേണ്ടി തപശക്തി പാഴാക്കിക്കളഞ്ഞല്ലോ എന്ന് അച്ഛൻ കുറ്റപ്പെടുത്തി. ഉള്ളിലെ ചോരക്കറ കഴുകിക്കളഞ്ഞു വരാൻ അച്ഛൻ നിർദ്ദേശിക്കുന്നു. കാർത്തവീര്യാർജുനൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സൽക്കഥകളും വീരകൃത്യങ്ങളും മാത്രമേ കേട്ടിരുന്നുള്ളൂ. മാത്രമല്ല പരശുരാമനെ ഋഷിവംശത്തിലെ ചാഴി എന്ന് പറയുന്നതും കേട്ടു. തിന്മയെ തകർക്കാനാണ് മഹേശ്വരൻ തനിക്ക് മഴു നൽകിയെങ്കിലും നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നും ഓർക്കുന്നു. കുറേ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം വീണ്ടും ആശ്രമത്തിൽ തിരിച്ചെത്തിയ രാമനെ കണ്ട് സഹോദരങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ജമദഗ്നി മഹർഷിയെ കൊന്ന് പകരം വീട്ടിയ കാര്യം അറിയിച്ചു. വീണ്ടും വിദ്വേഷം പൂണ്ട രാമൻ തൻ്റെ മഴു ക്ഷത്രിയവംശത്തെ മുഴുവനായി നശിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. അച്ഛനു വേണ്ടി തർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ ആരണ്യപിതാക്കൾ തന്ന ആത്മീയ ധനം പകവീട്ടാൻ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടതെന്ന് ഓർമ്മയിൽ തെളിഞ്ഞു. തപശക്തി ദുരുപയോഗം ചെയ്തു എന്ന അച്ഛൻ്റെ ഓർമ്മപ്പെടുത്തൽ രാമനെ നിരന്തരം വേട്ടയാടി. പശ്ചാത്താപ വിവശനായ രാമൻ ഋഷികളെ തേടി പ്രായശ്ചിത്തം ചെയ്യാൻ ഉറച്ചു. അവർ ക്ഷത്രിയരെ ജയിച്ച് സ്വന്തമാക്കിയ നാടെല്ലാം ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നിർദ്ദേശിച്ച പരിഹാരമെല്ലാം ചെയ്തുവെങ്കിലും ഈ ദാനഭൂമിയിൽ താമസിക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കുന്നു. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഓർമ്മ പുതുക്കിയപ്പോൾ ആദ്യം തൻ്റെ മഴുവിനാൽ ബലിയാടായ അമ്മയെക്കുറിച്ചും തൻ്റെ തെറ്റുകൊണ്ട് മരിക്കേണ്ടി വന്ന അച്ഛനെക്കുറിച്ചും ഓർത്തു. ഒട്ടേറെ ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്ത മഴു തോളിൽ നിന്നെടുത്ത് അകലേക്കെറിയുന്നു. ഹിംസകളില്ലാത്ത നീതി നടപ്പാക്കുന്ന ഒരു നാടിനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. നീലവാനിനു താഴെ പച്ചനാക്കിലെ വെച്ച പോലെയുള്ള ഭൂഭാഗത്തിൻ്റെ ഉദയം അങ്ങനെ സംഭവിച്ചതാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ തപസ് ചെയ്യുന്നു. നാളുകൾക്ക് ശേഷം തപസ്സിൽ നിന്ന് ഉണർന്നപ്പോൾ തൻ്റെ മഴു ചെന്ന് പതിച്ച സ്ഥലത്ത് മണൽത്തിട്ട പൊങ്ങി പുതിയൊരു നാട് ഉണ്ടായി വരുന്നത് കണ്ടു. അവിടെ മനുഷ്യർ എല്ലാവരും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നത് കണ്ടു. അവർ ജ്ഞാനികളാകണം എന്ന് മനസ്സിലാക്കി അവർക്ക് ജ്ഞാനം വിതയ്ക്കാൻ ബ്രാഹ്മണരോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം തപസ്സാരംഭിച്ച രാമൻ മനുഷ്യരുടെ വളർച്ചയും മാറ്റങ്ങളും കൗതുകത്തോടെ കാണുന്നു. ക്രമേണ ആളുകൾ തമ്മിൽ മത്സരങ്ങളും പോർവിളികളും ഉയരുന്നത് കാണുമ്പോൾ തെറ്റായ വഴിയിലൂടെയാണല്ലോ ഈ മനുഷ്യരും പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഭൂമിയിൽ കണ്ണീരും നോവും പകയും വീറും വാശിയും തന്നെയാണ്. മനുഷ്യൻ്റെ ആദർശങ്ങൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് നിറംകെട്ടു പോകുമെന്നും ഏത് നന്മയും ക്രമേണ തിന്മയായി മാറ്റാൻ മനുഷ്യന് കഴിയുമെന്നും രാമൻ മനസ്സിലാക്കുന്നു. തെറ്റുകൾ തിരിച്ചറിയാൻ മനുഷ്യൻ എത്ര നാൾ ജീവിക്കണം? തൻ്റെ നാട്ടിലെ ജനങ്ങളെ രാമൻ ദയനീയമായി നോക്കുന്നു. അസംതൃപ്തിയും ധീരതയും നിറഞ്ഞു ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ തനിക്ക് തെറ്റുപറ്റിയതായും ബ്രഹ്മശക്തിയും ക്ഷത്രിയശക്തിയും ഒന്നു ചേർന്നാൽ സ്വസ്ഥത ഉണ്ടാകില്ല എന്നും രാമൻ മനസ്സിലാക്കുന്നു. താൻ ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയാൻ മനുഷ്യൻ എത്ര നാൾ ജീവിക്കണം? ശാന്തി തേടി അലഞ്ഞു നടക്കുന്ന തന്നെ ആരും ഓർക്കുന്നില്ല. 3 അടി ചോദിച്ചപ്പോൾ 3ാമതായി അളക്കാൻ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്ത മഹാബലി എന്ന വിനയാന്വിതനായ മൂർത്തിയെയാണ് എല്ലാവരും ഓർക്കുന്നത്. പരശുരാമൻ നന്മതിന്മകളിലൂടെയാണ് സഞ്ചരിച്ചത്. അവർ തന്നെ ഓർക്കുന്നില്ലല്ലോ എന്നതല്ല, ഓർക്കാതിരിക്കുന്നതിലുള്ള സംതൃപ്തിയാണ് ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.